പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 35 വയസ്സിന് ശേഷം ഉണ്ടായ ഒരു സംഭവമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനപ്രയാസം ഉണ്ടാവുക. കാരണം എന്തെന്നറിയാത്ത മനപ്രയാസം. നബുവത്തിലേക്ക് അടുക്കുന്തോറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലുണ്ടായ പല മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് തനിക്ക് സംഭവിക്കുന്നത്? ഈ ഉറവിടം എവിടെ നിന്നറിയില്ല, എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഒരു മനപ്രയാസം. ഇപ്പോൾ കാണുന്ന മക്കയിൽ നടക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, യഥാർത്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ശരിക്കും അറിയാത്തതിലുള്ള ഒരു മനപ്രയാസം, എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിയാത്തൊരു മനപ്രയാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടിക്കൂടി വന്നതായി കാണാൻ കഴിയും. പല ചരിത്രകാരന്മാർ ഉദ്ധരിച്ചത് 37 വയസ്സ് മുതൽ പ്രവാചകൻ അങ്ങനെയൊരു ഒറ്റയ്ക്കിരിക്കാൻ, ഹിറാ ഗുഹയിൽ പോലുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരിക്കാൻ, ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയാൻ, കുറച്ച് ദിവസം എങ്കിലും പൂർണ്ണമായി ഒറ്റയ്ക്കിരുന്ന് അന്നത്തെ നിലവിലുള്ള ഇബാദത്തുകൾ എന്താണോ അതിലേർപ്പെടാൻ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പ്രവാചകൻ്റെ അവസ്ഥയെ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗ്രന്ഥം, എന്താണ് മതം, എന്താണ് അള്ളാഹുവിൻ്റെ വഹ്യ് എന്നൊന്നും അറിയാത്തൊരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലം വരെയും പ്രവാചകത്വം ലഭിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറായിലൂടെ അതിനെ വിശദീകരിച്ചത് വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ. അള്ളാഹു പറയുകയാണ്, എൻ്റെ കൽപ്പന, നമ്മുടെ കൽപ്പനയാൽ അള്ളാഹുവിൻ്റെ റൂഹ്, അള്ളാഹുവിൻ്റെ ആത്മാവാകുന്ന ഖുർആനും അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാമിലൂടെ ലഭിക്കുന്ന വഹ്യുമൊക്കെ പ്രവാചകന് നാം വഹ്യായി നൽകി. താങ്കൾക്ക് ഞാൻ വഹ്യായി നൽകി. മാ കുൻത തദ്രി മൽ കിതാബ്, എന്താണ് ഗ്രന്ഥം എന്നത് താങ്കൾക്ക് അറിയുമായിരുന്നില്ല. വലൽ ഈമാൻ, വിശ്വാസം എന്താണെന്നും പ്രവാചകരെ താങ്കൾക്ക് അറിയുമായിരുന്നു. മാ കുൻത തദ്രി മൽ കിതാബ് വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശമായി ദീനിനെ പ്രവാചകന് നൽകി എന്ന് അല്ലാഹു എടുത്തു പറയുന്നതായി കാണാൻ കഴിയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം താനൊരു പ്രവാചകനാകാൻ പോകുന്നു എന്നൊരു ചിന്തയൊന്നും പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. ഞാനൊരു പ്രവാചകനാകും, ഞാനൊരു നബിയാകാൻ പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു വെളിപാടുണ്ടാകാൻ പോവുകയാണ്, ഒരു വഹി ലഭിക്കാൻ പോവുകയാണ് എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രവാചകത്വത്തിന് അനുയോജ്യമായൊരു മനസ്സും ശരീരവുമായി പ്രവാചകത്വം നുബുവത്ത് ഏറ്റെടുക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തി മാറണം എന്ന അള്ളാഹുവിൻ്റെ തീരുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ്. സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കുൻത തർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബ്. പ്രവാചകനൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പ്രവാചകനൊരു ഗ്രന്ഥം ലഭിക്കുമെന്നോ, ഒരു പ്രവാചകനാകുമെന്നോ, അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുമെന്നോ ഒന്നും പ്രവാചകൻ ഒരു ഐഡിയയും അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. ഇല്ലാ റഹ്മതൻ മിർ റബ്ബിക, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അതിനു മുമ്പ് ഒരു ഗ്രന്ഥമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഴുത്തോ വായിച്ചിട്ടില്ലാത്ത ആളായിരുന്നു പ്രവാചകൻ. എഴുത്ത് വായിക്കാൻ പ്രവാചകൻ അറിയില്ലായിരുന്നു. സംസാരിക്കാൻ വളരെ നല്ല ഭാഷാശുദ്ധി ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബനൂ സഅദ് ഗോത്രത്തിൽ വളരെ ചെറുപ്പത്തിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരെ ശുദ്ധമായ അറബി കേട്ടു പഠിച്ചു മനസ്സിലാക്കി വളർന്ന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തവും ശുദ്ധവും ആളുകൾക്ക് ഒരൊറ്റ പ്രാവശ്യം തന്നെ കേട്ടാൽ മനസ്സിലാകുന്നതും വളരെ നല്ല, ഒരുപാട് സ്പീഡിലുമല്ല എന്നാൽ വളരെ പതുക്കെയുമല്ല എന്ന രൂപത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത്. സ്വഹാബികൾ ഉദ്ധരിക്കുന്നത് നമുക്ക് ഒരു തവണ കേട്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകങ്ങൾ വളരെ വ്യക്തമായി ഒരു വാചകം, ഒരു വാക്കിത്, അടുത്ത വാക്കിത്, അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ നിമിഷം ഒരാൾക്ക് വേണമെങ്കിൽ അത് മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ ഒന്നിനു പിറകെ ഒന്നായി വളരെ സാവധാനം എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ശുദ്ധമായ ഭാഷയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു ശൈലിയിലായിരുന്നില്ല. അറബി ഭാഷയിൽ തന്നെ വിവിധ ശൈലികൾ ഉണ്ടെങ്കിലും പ്രത്യേക ശൈലിയിലായിരുന്നില്ല, മറിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന, എല്ലാ ശൈലിയിലുള്ള അറബികൾക്കും മനസ്സിലാകുന്ന വളരെ ശുദ്ധമായ അറബി ഭാഷയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിലൂടെ പറയുകയാണ്, വമാ കുൻത തത്ലു മിൻ ഖബ്ൽ മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്. പ്രവാചകരെ, താങ്കൾ ഇതിനു മുൻപ് ഒരു കിതാബും വായിച്ചിട്ടില്ല, ഒരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല. വലാ തഖുത്തുഹു ബിയമീനിക്, തൻ്റെ വലത് കൈ കൊണ്ടൊരു ഗ്രന്ഥം തൊടുക പോലും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എഴുത്തോ വായനയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഉമ്മി,
നിരക്ഷരൻ. ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത മനുഷ്യൻ, അതായിരുന്നു പ്രവാചകൻ, ഉമ്മി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫആമിനു ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മി. വിശുദ്ധ ഖുർആൻ അല്ലാഹു എടുത്തു പറഞ്ഞ പ്രവാചകന്റെ സവിശേഷതയാണ് പ്രവാചകൻ നിരക്ഷരനായിരുന്നു എന്നുള്ളത്. പ്രവാചകൻ നിരക്ഷരനായിരുന്നു. നബിയായ ഉമ്മിയായ നിരക്ഷരനായ പ്രവാചകനിൽ അതുപോലെ തന്നെ അള്ളാഹുവിലും നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് സൂറത്തുൽ ആറാഫിൽ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്.